ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയൊരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ റിക്രൂട്ട്മെന്റ് ആണ് അവർ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ 2 നോട്ടിഫിക്കേഷനാണ് അവർ ഒരുമിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റും അവരിപ്പോൾ വിളിച്ചിട്ടുണ്ട്. 2025 എന്ന് പറഞ്ഞ ഒരു ക്രമത്തിൽ അവർ വിളിച്ചതാണ്. പക്ഷേ അതേസമയം നമ്മുടെ നേരത്തെ വന്നിട്ടുള്ള നോൺ എക്സിക്യൂട്ടീവ് പോസ്റ്റിന്റെയും ഇപ്പൊ എന്താണ് ആപ്ലിക്കേഷൻ ലൈവായി നടക്കുകയാണ്. പക്ഷെ അത് നമുക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നോർത്ത് റീജിയനിലുള്ളവർക്ക് വേണ്ടിയാണ്. അത് ഡൊമിസൈൽ ഓഫ് ഡൽഹി, ഹരിയാന അങ്ങനത്തെ പ്ലേസസിലുള്ളവർക്ക്, നോർത്തേൺ റീജിയനിലുള്ളവർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വിളിച്ചിട്ടുള്ളത് എയർപോർട്ട് അതോറിറ്റിയുടെ ജൂനിയർ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ്. ഇതിന് മാത്രമേ നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. കുറച്ച് വാക്കൻസി വന്നിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്, എയർപോർട്ടിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല സാലറിയും അത്യാവശ്യം നല്ല സാലറിയാണ്. 1 ലക്ഷത്തിൽ മേളിൽ സാലറി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട്. ഇതിന്റെ ഓർഗനൈസേഷൻ എന്താണെന്നൊക്കെ അറിയാം. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അവരുടെ AAI ജൂനിയർ എക്സിക്യൂട്ടീവ് 2025 ഇപ്പോൾ എക്സാം വിളിച്ചിട്ടുള്ളത്. പോസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ കീഴിൽ തന്നെ ഫയർ സർവീസ് എന്ന് പറഞ്ഞ ഒരു വാക്കൻസി ഉണ്ട്, കുറച്ച് വാക്കൻസി ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സിന്റെ വാക്കൻസി ഉണ്ട്, ഒഫീഷ്യൽ ലാംഗ്വേജിന് വേണ്ടി ഒരു വാക്കൻസി ഉണ്ട്. ഇങ്ങനെ 3 പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, അവർ പോസ്റ്റ് വൈസ് വാക്കൻസി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വാക്കൻസി ടോട്ടലി നോക്കുകയാണെങ്കിൽ 83 വാക്കൻസിയെ നമുക്കുള്ളൂ. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെയാണ് 83 വാക്കൻസിയേ ഉള്ളൂ. പക്ഷേ നമുക്ക് എന്ത് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ മാത്രമേ കോമ്പീറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനൊക്കെ പറ്റുമെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. രജിസ്ട്രേഷൻ ഡേറ്റ്സ് വരുന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നത് 17 ഫെബ്രുവരി മുതൽ 18 മാർച്ച് വരെയാണ് കേട്ടോ. എന്നാണ് 17 ഫെബ്രുവരി മുതൽ 18 മാർച്ച് വരെയാണ് ടൈം വരുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വാരീസ് ആസ് പെർ പോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓരോന്നിനും മാറ്റമുണ്ട് കേട്ടോ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 27 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 27 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ഡേറ്റ്സും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും നോക്കിക്കോളുക. എക്സ്പീരിയൻസ് റിക്വയർഡ് ആയിട്ടുള്ള പോസ്റ്റ് ഉണ്ട്, അത് നമ്മൾ എടുത്ത് പറയാം. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ആകെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും പിന്നെ എന്താണ് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ആണ്. അത് നിങ്ങൾ ഫയർ സർവീസിലേക്കാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ അതിനെന്തുണ്ട്, ഒരു ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റും. അപ്പോൾ ഡ്രൈവേഴ്സിനൊക്കെ ഉള്ളൊരു ബെസ്റ്റ് ചാൻസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാക്കൻസി പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് അഥവാ നിങ്ങൾ ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ശ്രദ്ധിക്കുക, 1000 രൂപയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. www.aiaero. എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വാക്കൻസി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. വലിയ വേക്കൻസി ഒന്നും ഇല്ല, എന്നാൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഫയർ സർവീസിന് ആകെ 5 വാക്കൻസി. മൊത്തത്തിൽ നമുക്ക് നോക്കാം. മൊത്തത്തിൽ 13 വാക്കൻസി ഫയർ സർവീസിനാണ്. 5 എന്താണ്, UR കാൻഡിഡേറ്റ്സിന്, EWSന് 1 വാക്കൻസി, OBCക്ക് 4, SCക്ക് 2, STക്ക് 1, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സിനാണ് അത്യാവശ്യം വാക്കൻസി വിളിച്ചിട്ടുള്ളത്. 66 വാക്കൻസി വന്നിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സിനാണ്. 30 UR കാറ്റഗറി, EWSന് 6, OBCക്ക് 17, SCക്ക് 9, STക്ക് 4, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഒഫീഷ്യൽ ലാംഗ്വേജിന് ആകെ UR കാൻഡിഡേറ്റ്സിനുള്ള 4 വാക്കൻസി മാത്രമേ ഉള്ളൂ. 4 വാക്കൻസി കേട്ടോ. അങ്ങനെ ടോട്ടലി 83 വാക്കൻസി ആണ് വിളിച്ചിട്ടുള്ളത്. വാക്കൻസി കുറവ് തന്നെയാണ്. പക്ഷെ എന്തുണ്ട്, ഫിൽറ്ററിങ് ഉണ്ടല്ലേ. നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പാസ്സായാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് അവർ ക്ഷണിക്കത്തുള്ളൂ. അപ്പോൾ അത് പാസ്സാവണം. അങ്ങനെ ഉറപ്പുള്ളവർ മാത്രമേ എന്ത് ചെയ്യാവൂ, അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൂടെ നമുക്ക് നോക്കാം. ഫയർ സർവീസിലാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, BTech ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫയർ സർവീസിലാണ് നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ BTech ഇൻ ഫയർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല ഫയർ സർവീസിന് എന്തുണ്ട്, ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട്, കൂടാതെ എന്തുകൊണ്ട്, ഡ്രൈവർ ടെസ്റ്റും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ BTech പഠിച്ച എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് വേണം, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവണം എന്നുള്ളൊരു കണ്ടീഷൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നിങ്ങൾ പാസ്സാവണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം, ലൈസൻസ് ഉണ്ടാവണം. ആ ലൈസൻസ് ഉള്ളവർ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി അടുത്ത ഹ്യൂമൻ റിസോഴ്സ് ആണ്. പിന്നെ അത്യാവശ്യം വാക്കൻസി വിളിച്ചിട്ടുള്ളത്. അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്, MBAക്കാർക്കാണ്. ഗ്രാജുവേറ്റ് ആൻഡ് MBA ഓർ ഇക്വലന്റ് 2 ഇയേഴ്സ് ഡ്യൂറേഷൻ നിങ്ങൾ MBA ചെയ്തിരിക്കണം വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ. എന്തിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലോ
എസിലോ PM-ലോ IR-ലോ ലേബർ വെൽഫെയറിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളിൽ MBA ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. മാസ്റ്റേഴ്സ് ആണ് ചോദിക്കുന്നത്. ഇനി അടുത്ത ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒഫീഷ്യൽ ലാംഗ്വേജിന്റെ 4 വാക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. അതിലെന്താണ്, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചവരായിരിക്കും നിങ്ങൾ. പോസ്റ്റ് ഗ്രാജുവേഷൻ അതും എന്താണ്, മാസ്റ്റേഴ്സ് ഉള്ളവർക്കാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിന്ദി ഓർ ഇൻ ഇംഗ്ലീഷ് വിത്ത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി റെസ്പെക്റ്റീവ്ലി ആസ് എ സബ്ജക്റ്റ് അറ്റ് ഡിഗ്രി ലെവൽ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഡിഗ്രി ലെവലിൽ നിങ്ങൾ ഹിന്ദി മെയിൻ ആയിട്ട് പഠിച്ചവരായിരിക്കണം, പക്ഷെ ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് മേജറായിട്ട് പഠിച്ചവരായിരിക്കണം, ഒരു സബ്ജക്റ്റ് ഹിന്ദി ആയിരിക്കണം. അങ്ങനെ പഠിച്ചവരായിരിക്കണം നിങ്ങൾ എന്നുള്ളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് നോളജ് ഉണ്ടാവണം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എനി അതർ സബ്ജക്ട് വിത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആസ് കമ്പൽസറി എലക്റ്റീവ് സബ്ജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, വേറെ ഏത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ട് നിങ്ങൾ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒരു കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഒഫീഷ്യൽ ലാംഗ്വേജിൽ 2 വർഷത്തിന്റെ എക്സ്പീരിയൻസ് അവിടെ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പ്രാക്ടീസ് ഉള്ളവരായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ഇത് ലിസ്റ്റിംഗ് വരുന്നത് കേട്ടോ. അപ്പൊ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 27 ഇയേഴ്സ് ആണെന്ന്. 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 മാർച്ച് 2025 ലാസ്റ്റ് ഡേറ്റിന്റെ അന്ന് നിങ്ങൾക്ക് 27 വയസ്സ് ആയിരിക്കണം. 27 വയസ്സിൽ കൂടുതലാവാൻ പാടില്ല, 28 ആവാൻ പാടില്ല. പക്ഷെ SC/ST എത്രയുണ്ട്, 5 വർഷത്തിന്റെ റിലാക്സേഷൻ ഉണ്ട്. OBC നോൺ ക്രീമി ലെയർ ഉള്ളവർക്ക് 3 വർഷത്തിന്റെ ഉണ്ട്. PWD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 10 വർഷത്തിന്റെ റിലാക്സേഷൻ ഉണ്ട്. ആ ഒരു രീതിക്കാണ് റിലാക്സേഷൻ പോകുന്നത് കേട്ടോ. ഇനി അടുത്ത ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ പറഞ്ഞു. SC-ക്ക് ST-ക്ക് PWD-ന് ഫീമെയിൽ കാൻഡിഡേറ്റിന് എന്തില്ല, നില്ലാണ്, പൈസ ഇല്ല. അതേസമയം UR EWS OBC കാൻഡിഡേറ്റ്സിന് എന്തുണ്ട്, 1000 രൂപ ഫീസ് അടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ ഇത്ര വാക്കൻസി ഉള്ളൂ എന്നുള്ളൊരു കാര്യമൊക്കെ കൃത്യമായി തന്നെ ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പ്ലസ് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ആണ്. അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഫർദർ ടെസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു സെലക്ഷൻ പ്രോസസ്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യം CBT എക്സാമിനേഷൻ ആണ്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡൊക്കെ ഉടനെ തന്നെ റിലീസ് ആവും. അപ്പോൾ ഇപ്പം നോട്ടിഫിക്കേഷൻ മാർച്ചിൽ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് ഒരു April May ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് കാണും, എക്സാം കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഫർദർ ടെസ്റ്റ്. ഫർദർ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ജൂനിയർ എക്സിക്യൂട്ടീവ് ഫയർ സർവീസ്, അതിനു വേണ്ടിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അഡീഷണൽ ഫിസിക്കൽ ടെസ്റ്റ് എന്ത് ചെയ്യും, അവർ കണ്ടക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്, ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ചെയ്യും, നിങ്ങൾ പ്രോപ്പർ ഫിറ്റ് ആണോ എന്ന് നോക്കും. അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റ് നോക്കും. അത് കഴിഞ്ഞ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് സച്ചാസ് എന്തൊക്കെയാണ്, റണ്ണിങ് ഉണ്ട്, കാഷ്വാലിറ്റി കെയറിംഗ്, ലിഫ്റ്റിംഗ് ആൻഡ് കെയറിംഗ്, സാൻഡ് ബാഗ്, ചാക്ക് കൊണ്ട് ഓടേണ്ടയോ അല്ലെങ്കിൽ റണ്ണിങ് വാക്കിങ്ങോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പോൾ ക്ലൈംബിംഗ് ഉണ്ട്, റോപ്പ് ക്ലൈംബിംഗ് ഉണ്ട്, പോൾ ക്ലൈംബിങ്ങും റോപ്പ് ക്ലൈംബിങ്ങും ഉണ്ട്, ഫുൾ ലാഡർ ക്ലൈംബിംഗ് ആണ്, ഡിസെൻഡിങ്. ഇങ്ങനെയുള്ള മുകളിലോട്ട് ലാഡർ ക്ലൈംബിംഗ് ഉണ്ട്, ഡിസെൻഡ് താഴോട്ട് ഇറങ്ങുന്നത്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ, ഫയർ സർവീസ്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് ഒന്നും എടുത്തവർക്കൊന്നും എന്ത് ചെയ്യേണ്ട, ഇതൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഫയർ സർവീസിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇത്രയും കണ്ടീഷനാണ് അവർ പറയുന്നത് കേട്ടോ. അറിയാം കുറച്ച് വാക്കൻസിയേ ഉള്ളൂ, പക്ഷെ അത് അത്രയും റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ചാൻസ് കിട്ടുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ എന്തായാലും. ഇനി അത് CBTയുടെ മോഡലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതാണ് CBTയുടെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ്. ഇംഗ്ലീഷ് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്, റീസണിംഗ് ഉണ്ട് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, മാത്സ് ഉണ്ട് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക്, ജനറൽ അവയർനെസ് ഉണ്ട് 35 ക്വസ്റ്റ്യൻ 35 മാർക്ക്. ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റുകൾ തന്നെയാണ്. മൊത്തത്തിൽ 150 ക്വസ്റ്റ്യൻ. കാരണം സാലറി അത്യാവശ്യം ഹൈക്കുള്ളത് കൊണ്ടാണ് അവർ പക്ക നല്ല ടഫായിട്ട് തന്നെയാണ് എക്സാമുകൾ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഉണ്ട്, റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, GK ഉണ്ട്. ഇങ്ങനെ തന്നെയാണ് കണ്ടക്ട് ചെയ്ത് പോകുന്നത്. 120 മിനിറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. 2 മണിക്കൂർ സമയം കൊണ്ട് 150 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് CBT ലെവൽ എന്ന് പറയുന്നത് കേട്ടോ. 10 അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസും ഉണ്ട്, അത്യാവശ്യം ടൈം എടുത്ത് നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പഠിക്കുമെന്ന് ഉറപ്പുള്ളവർ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്തത് ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് ടു ഓൺലൈൻ ഫോർ AI. ഇതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ടാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് AAI.AERO എന്ന് പറയുന്ന വെബ്സൈറ്റ് കേട്ടോ. www.AAI.AERO എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് കരിയർ റിക്രൂട്ട്മെന്റ് പേജ് ഉണ്ട്. അവരുടെ തന്നെ ഹോം പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിൽ കരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ഹോം പേജിൽ ദ കാൻഡിഡേറ്റ് വിൽ ഫൈൻഡ് ദ ആപ്ലിക്കേഷൻ ലിങ്ക് അഗെയിൻസ്റ്റ് ദ പോസ്റ്റ് ഓഫ് ജൂനിയർ എക്സിക്യൂട്ടീവ്. അല്ലെങ്കിൽ ഹോം പേജിൽ തന്നെ ചിലപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു സംഭവം അവിടെ കൊടുത്തിരിക്കും. അപ്പോൾ അതിൽ
കയറി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൽ കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവൻ്റെ ആപ്ലിക്കേഷൻ ഫോം വരും, അതെല്ലാം ഫില്ല് ചെയ്യുക. പേഴ്സണൽ ഇൻഫർമേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ റിലവൻറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ മൊത്തത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ്, ചിലപ്പോൾ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കും, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കും. അങ്ങനെ ആവശ്യമുള്ളതെല്ലാം ചോദിച്ച് അതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം പേ ദ ആപ്ലിക്കേഷൻ ഫീസ് ആൻഡ് ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ PDF ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കും, അതിൽ കൂടെ കയറി നോക്കിയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കോളുക. അപ്പോൾ ഇതാണ് നമ്മൾ പറയേണ്ട കാര്യം. വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് വിഷമിക്കരുത്. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ചാൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്